ഹലോ PK സർ. എടാ PK വരുന്നു പറഞ്ഞില്ലേ, എന്തായാലും വരുവോ? 300 രൂപ കൊടുത്ത ഈ പൂമാല വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്, ഇത് വേസ്റ്റ് ആവോ? ചുമ്മാ ഓരോന്ന് വിളിച്ചു പറയല്ലേ. അങ്ങനെ വരാന്ന് പറഞ്ഞല്ലേ, ഞാൻ 3 തവണ വിളിക്കുകയും ചെയ്തു. ദേഷ്യം പിടിച്ച് ഊണ്ടി വേന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓൺ ദി വേന്ന് മെസ്സേജോ? എടാ മരം മണ്ട, ഇത് ഓൺ ദി വേ അല്ലടാ, ഓൺ ദി വേ. അതിനെ നിന്നെ അപ്പോഴേ പഠിക്കാൻ പറഞ്ഞു, വെറുതെ പഠിക്കാതെ. എടാ ബസ് വന്നടാ. എന്ത് ബുദ്ധിയാടാ നിങ്ങക്ക്? എന്നാലും അങ്ങനെ എന്തിനാ ബസ്സിൽ വരുന്നത്? അങ്ങനെ റേഞ്ചിന് അങ്ങനെ റേഞ്ച് റോവറിലായിരിക്കും വരുന്നത്. ലക്ഷ്മി ദേവി എന്ന കഥവ് തട്ടിയാലും കണ്ടുപിടിക്കാൻ അറിയാത്ത കഴുതകള്. സാർ നിങ്ങളോ? ഗെറ്റപ്പ് സൂപ്പർ ആണല്ലോ സാർ. എന്താ സാറേ നിങ്ങൾ ബസ്സിൽ വന്നേ? ജനങ്ങളെ പറ്റി അറിയണമെങ്കിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി പോണം. എന്ത് പറയുന്നു ബാലരാജ? സാറേ, സാറിന് ഇങ്ങനെ എന്റെ പേര് അറിയുന്നത്? പണ്ടമാരെ കണ്ടാ എനിക്കറിയില്ലേ? ഞാൻ പറഞ്ഞ നിങ്ങളെയാ. ഫീലായോ? വളരെ ലൈറ്റ് ആയിട്ടൊന്ന് വേദന. അതുകൊണ്ടാ നിങ്ങളെ മണ്ടന്മാരെന്ന് പറഞ്ഞേ. പക്ഷെ ബാലരാജ് അങ്ങനല്ല. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിന് വേണ്ടി ആ പെണ്ണിന്റെ അമ്മയെ എതിർത്ത് നാട്ടുകാരെല്ലാം ഒരു സൈഡിൽ നിൽക്കുമ്പോ ഇവൻ അവരെ എതിർത്ത് തനിച്ച് നിൽക്കുക. അതാണ് ബാലരാജ്. ബാലരാജ്, നീയാണ് ശരിക്കുള്ള ജെന്റിൽമാൻ. സാറ്, സാറിന് എങ്ങനെ എന്നെ കുറിച്ച് അറിയാം? നമ്മുടെ നാട്ടിലെ ജനത്തുക 6800 ആണ്. അതിൽ വോട്ടിടാൻ കഴിയുന്ന 5350 പേർക്കാണ്. ഇതുവരെ ഈ നാട്ടിൽ ഇലക്ഷൻ നടന്നിട്ടില്ല. 20 വർഷമായിട്ട് ഇന്ദ്രാണി നാച്ചിയാരെ ഇവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കുന്നത്. അവർ ഈ നാട്ടിന് തന്നെ ഐശ്വര്യ. പക്ഷെ നീ ഇവിടുത്തെ സാത്താന. അവരെ എതിർത്ത് നീ ജയിക്കുന്ന ഇവിടെ ഇമ്പോസിബിൾ ആയത് കാരണം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അത് പോസിബിൾ ആക്കാൻ. ഇത്രയും വലിയ ലെങ്തി ആയിട്ട് ഡയലോഗ് കഴിഞ്ഞാൽ എല്ലാരും എനിക്ക് കൈ തട്ടും, നിനക്ക് പിന്നെ വോട്ടിട്ട് തരും. അത്രയല്ലേ? സാർ, ചെറുപ്പം തൊട്ട് ഈ നാട്ടിൽ തന്നെ ഉണ്ടായി ഞാൻ ഇങ്ങനെ ആയിപ്പോയതാ. സാറിനെ കണ്ടതിന് ശേഷം ഇപ്പൊ ഒരു ധൈര്യം വന്നത്. എന്നെ എങ്ങനെയെങ്കിലും പ്രസിഡന്റ് ആക്ക് സാർ. എടാ, രാഷ്ട്രീയക്കാരനാവാൻ വേണ്ടിയേ കുറച്ച് സ്പെഷ്യൽ ടാലൻസ് ഒക്കെ വേണം. അതാദ്യം നിന്റെ ഉണ്ടോന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. നിനക്ക് വെള്ളം അടിക്കുന്ന പരിപാടി ഉണ്ടോ? ഉണ്ട്. ഇല്ല സാർ. സബാഷ്, ഈ ഒരു കാര്യം മതി നീ ഒരു വലിയ രാഷ്ട്രീയക്കാരനാവാൻ. അങ്ങനെയാണോ സാർ? നുണ പറഞ്ഞ രാഷ്ട്രീയക്കാരനാവാൻ പറ്റുമോ? അങ്ങനെയാണ് ഇവനേക്കാളധികം ഞാനാ നുണ പറയാ. അതെയാ? നീ മെയിലോ അതോ ഫീമെയിലോ? ഇങ്ങനെ ചെയ്തിട്ടാ മറ്റേ ആ ട്രംപ് അവിടെ തോറ്റുപോയത്. ട്രംപോ? ട്രംപ് എങ്ങനെയാ തോറ്റത്? പദയാത്ര ശരിയായിട്ടല്ല ചെയ്തത്. പാദയാത്ര രാത്രിയല്ലേ ചെയ്തത്? പാദയാത്ര എന്തിനാ സാർ രാത്രിയാക്കിയത്? എടാ, ഞാൻ അയാൾക്ക് കാലത്തെ ഫോൺ ചെയ്തപ്പോ അയാൾക്ക് അവിടെ രാത്രിയല്ലേ. സാർ അങ്ങോട്ടേക്ക് പോകുന്നത്? അതല്ലേ ഞാൻ പറഞ്ഞത്. ജനങ്ങളെ പറ്റി അറിയണമെങ്കിൽ നീ ജനങ്ങളുടെ ഇടയിലേക്ക് തന്നെ ഇറങ്ങി പോണം. എടാ നിക്കടാ, വണ്ടി എടുക്കില്ല, ഞാൻ വരുന്നു. മോളെ, ഇതൊക്കെ ചെയ്യാനല്ലേ ഞാനിവിടെ ഉള്ളത്? ഇതുവരെ ഇല്ലാത്തതുപോലെ ഇന്നെന്താ ഇവള് ജോലി ചെയ്യുന്നത്? സ്വന്തം വീട്ടിൽ അന്യരെ പോലെ ജീവിക്കുന്നതിനും ഭേദം പണിക്കാരെ പോലെ ജീവിക്കാന്ന് വിചാരിച്ച് പണിയെടുത്തോണ്ടിരിക്കുക പുഷ്പ. നമ്മള് രണ്ടുപേരേ ഉള്ളൂ, പിന്നെന്തിനാ ഇത്രയും ചോറുണ്ടാക്കിയത്? ഇവിടെ നമ്മള് രണ്ടുപേരല്ലേ ഉള്ളൂ. പക്ഷെ എന്റെ അമ്മയമ്മയുടെ വീട്ടില് ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാവരുടെയും വയറ് നിറയണമെങ്കിൽ ഇത്രയൊക്കെ ഉണ്ടാവണ്ടേ പുഷ്പ? അത് മാത്രമല്ല, എന്റെ ഭർത്താവ് പഞ്ചായത്ത് വോട്ടിന് വേണ്ടി കറങ്ങി കറങ്ങി ഒരു വഴിയായിരിക്കും. പാവം. ഈ അമ്മയുടെ മോളുടെ പ്രശ്നത്തിനിടയ്ക്ക് ഞാനാണല്ലോ കഷ്ടപ്പെടുന്ന. ദൈവമേ, ഒരാള് വാക്ക് കൊടുത്തു എന്ന് പറയുന്നു, ഒരാള് സ്നേഹം പ്രേമം എന്ന് പറയുന്നു. പകലില് ഭക്ഷണം കഴിക്കുന്നത് നല്ലതാ, പക്ഷെ പകൽ സ്വപ്നം ഫലിക്കില്ല. ആവശ്യമില്ലാത്തത് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. പോ. ശരിയാ മോളെ, നാച്ചീരമ്മ പറഞ്ഞ പോലെ ചെയ്യാം. ഞാൻ ഒരിക്കലും നേരം പോക്കിനല്ല സ്നേഹിക്കുന്നത്, മറക്കാനായിട്ട്. ആത്മാർത്ഥമായ സ്നേഹം. ആ വ്യക്തി ഇല്ലാണ്ടായാലേ അതും ഇല്ലാണ്ടാവൂ. എന്നാലും ഞാൻ പോവും. മോളെ, മോളെ അത്